രേഷ്മാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചെടുത്തതോ 1 ടേബിൾ സ്പൂണും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള എല്ലാം ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അല്പം മാത്രം മതിയാവും. വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കിലോ ചെമ്മീനാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെമ്മീനെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. അങ്ങനെ വീണ്ടും ഒരു 5 മിനിറ്റ് ഞാൻ തുറന്ന് വെച്ച് വേവിച്ചിട്ടുണ്ട്. ടോട്ടലി ഒരു 10 മിനിറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പെല്ലാം ഒന്ന് നോക്കാം. അവസാനമായി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കും നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് അഭിപ്രായം എല്ലാം പറയണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.